കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതങ്ങളാണ് നമ്മളുടെ പാഠഭാഗങ്ങൾ. നമ്മൾ മലഹരി രാഗത്തിലുള്ള 3 ഗീതങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ അവസാനം പാടിയത് ഒരു വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗീതമാണ്. പുരന്ദരദാസരുടെ കൃതി ആണ്. തിശ്രജാതി ത്രിപുട താളത്തിൽ തയ്യാറാക്കിയൊരു ഒരു ഗീതമാണ് പദ്മനാഭ. നമ്മൾ മലഹരി രാഗം തന്നെയാണ്. അതിനു മുമ്പ് നമ്മൾ ശ്രീഗണനാഥ അതുപോലെ കുന്തഗൗര 2 ഗീതങ്ങളും പഠിച്ചു. അപ്പോൾ ഈ ഗീതം നമ്മൾ മുഴുവൻ പാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്നുകൂടി സ്വരം സാഹിത്യമായിട്ട് ഒറ്റ തവണ കൂടി ചൊല്ലിത്തരാം. സാ പാ സാ ആരോഹണം അവരോഹണം നമ്മൾ പഠിച്ചതാണ്. മലഹരി രാഗം മായാമാളവ ഗൗളയുടെ ജന്യമായ ഒരു രാഗമാണ്. ഇതാണ് അതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ. ആരോഹണത്തിൽ 5 സ്വരം, അവരോഹണത്തിൽ 6 സ്വരം വരുന്നു. ഇത്തരം രാഗങ്ങളെ ഔഡവ ഷാഡവ രാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഷഡ്ജം ശുദ്ധ ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം ശുദ്ധ ദേവതം. അവരോഹണത്തിൽ അന്തരഗാന്ധാരം കൂടി വരും. ഗീതം നമുക്കൊന്ന് പാടി നോക്കാം, സ്വരം സാഹിത്യമായിട്ട്. ഗരി മാമ പ സാ ധാ ധാ പ മ പ ധാ ധാ പ മ ഗരി സ രി സ ധ സ സ മ ഗരി മാമ പ സാ ധാ ധാ പ മ പ ധാ ധാ പ മ ഗരി സ പ മ പ ധ സ ധ സ രി സ ധ ധ സ ധ പ ധാ ധ പ പ പ മ രി മ മ പ പ ധാ ധ പ പ പ മ രി മ മ ഗരി സ ധാ സ ധാ ധ ധ പ പ പ മ ഗരി സ ധ സ ധ പ മ പ ധാ ധ പ മ ഗരി സ രി സ ധ പ മ പ ധാ ധ പ മ ഗരി പ മ പ ധ സ ധ സ രി സ ധ ധ സ ധ പ ധാ ധ പ പ പ മ രി മ മ പ പ ധാ ധ പ പ പ മ രി മ മ ഗരി സ സാ സ ധാ ധ ധ പ പ പ മ ഗരി സ. ഇതാണ് സ്വരം. ഈ സ്വരത്തിൻ്റെ അതേപോലെ അതിൻ്റെ സാഹിത്യം ഒന്ന് പാടി നോക്കാം. പദ്മനാഭ പരമ പുരുഷ പരം ജ്യോതി സ്വരൂപ വിദുരവന്ദ്യ വിമല ചരിത വിഹംഗാധി രോഗണ
നിവാസ ഉരഗശയന ഉന്നതോന്നത മഹിമാം യദുകുലോത്തമ യജ്ഞരക്ഷ യജ്ഞ ശിക്ഷക രാമനാമ വിഭീഷണ പാലക നമോ നമ ഈ ഭാവരദായക നമോ നമ ശുഭപ്രദ സുമനോരഥ സുരേന്ദ്രമാനോ രഞ്ജന അഭിനവപുരം വിഠല്ല ഭല്ലരെ രാമനാമ. ഇതാണ് ഗീതം, സ്വരം, സാഹിത്യമായിട്ട്. അപ്പോൾ ഈ ഗീതം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഗീതത്തിലേക്ക് കിടക്കുകയാണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വീണ്ടും പാടിത്തരാം. അടുത്ത ഗീതം മോഹനം എന്ന് പറയുന്ന രാഗത്തിലുള്ള ഒരു ഗീതമാണ്. സരസ്വതി ദേവിയെ കുറിച്ചിട്ടുള്ള ഒരു ഗീതമാണ്. മോഹനരാഗം 28ാമത്തെ മേളകർത്താരാഗമായ ഹരികാംബോജിയിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗമാണ് മോഹനം. അതിൻ്റെ ആരോഹണ അവരോഹണം നമുക്കൊന്ന് പാടി നോക്കാം. സചിഗ പാധസം സാധാ പഗരി സരിഗ പാധസം സാധാ പഗരി. ഇതാണ് ആരോഹണ അവരോഹണം. ഇപ്പം നമ്മൾ മലഹരി രാഗമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. സരി മാ എന്നാണ് പാടിയത് മലഹരി. ഇത് സരി എന്നുള്ള സരി ഗരി ഗരി രീ. ചതുശ്രുതി ഋഷഭാണ് മോഹനത്തിൽ വരുന്നത്. സരി ഗ. അതേപോലെ പാധസം പാധസം സദാ പമഗരി സം. മലഹരിയിൽ സദാ പ ശുദ്ധ ദൈവതാണ് പാടിയത്. ഇത് പാധസം സരി ഗരി ഗ എന്ന് പാടുന്ന പോലെ രീം ചതുശ്രുതി ഋഷഭം. അതേപോലെ പാധസം സാധാ പഗരി സരിഗ പാധസം സാധാ പഗരി സരിഗ പാധസം സാധാ പഗരി സരിഗ പാധസ സാധാ പഗരി സരിഗ പാധസ സാധാ പഗരി. ഇതിൽ ആരോഹണ അവരോഹണത്തിൽ 5 സ്വരാണ്. സരിഗ പാധ സാധാ പഗരി. ഇത്തരം രാഗങ്ങളെ ഔഡവ രാഗം എന്ന് പറയും. 28ാമത് മേളകർത്താരാഗമായ ഹരികാംബോജിയിൽ നിന്നും ജനിക്കുന്ന ഒരു രാഗമാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു രാഗമാണ് മോഹനം. പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഭാവമാണ് അതിന്. സിനിമാ ഗാനങ്ങൾ ധാരാളമുണ്ട്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി
കളിവാക്കുറങ്ങിയല്ലോ. മോഹനത്തിൽ ധാരാളം സിനിമാ ഗാനങ്ങളുണ്ട്. വളരെ കേൾക്കാൻ സുഖമുള്ള ഒരു രാഗം. ഈ ഗീതത്തിൻ്റെ സ്വരങ്ങളൊന്ന് നമ്മൾ ഒന്ന് നോക്കാം. ഗ ഗ പ പ ധ പ സ സ. ഇത് ഈ മോഹന ഗീതം സരസ്വതി ദേവിയെ കുറിച്ചിട്ടുള്ള ഒരു ഗീതമാണ്. മോഹനത്തിൻ്റെ എല്ലാ ഭാവങ്ങളൊന്നും ഇതിൽ വരില്ല. ഇത് രൂപക താളത്തിലാണ് നമ്മൾ പാടുന്നത്. ഗ ഗ പ പ ഗ ഗ പ പ ധ പ സ സ രി സ ധ ധ പ ധ പ ഗ ഗ രി ഗ പ ധ സ ധ ധ പ ഗ ഗ രി ഗ ഗ ധ പ ഗ പ ഗ ഗ രി സ. ഒന്നുകൂടി ചെല്ലാം. ഗ ഗ പ പ ധ പ സ സ രി സ ധ ധ പ ധ പ ഗ ഗ രി ഗ പ ധ സ ധ ധ പ ഗ ഗ രി ഗ ഗ ധ പ ഗ പ ഗ ഗ രി സ. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ പ ധ പ ധ സ സ ധ ഗ രി രി സ സ ധ സ ധ ധ ധ പ ഗ പ ധ സ ധ പ ധ പ ഗ ഗ രി സ സ രി ഗ ഗ ഗ രി പ ഗ രി സ രി സ ഗ രി സ രി ധ സ സ. ഒന്നുകൂടി ആ ഗ ഗ ഗ ഗ രി ഗ പ ഗ ഒന്നുകൂടി വേണം. ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ ഗ ഗ ധ പ ധ പ ധ സ സ ധ ഗ രി രി സ സ ധ സ ധ ധ ധ പ ഗ പ ധ സ ധ പ ധ പ ഗ ഗ രി സ സ രി ഗ ഗ ഗ രി പ ഗ രി സ രി സ ഗ രി സ രി ധ സ സ. ഇതാണ് ഗീതത്തിൻ്റെ സ്വരങ്ങൾ. അടുത്ത വീഡിയോയിൽ നമുക്കതിൻ്റെ സാഹിത്യം പറഞ്ഞു തരാം. സ്വരം ഒന്നും കൂടി പാടാം, സാഹിത്യം പറഞ്ഞു തരാം. ഈ ഗീതത്തിൻ്റെ ഒരു നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിലിടാം. എല്ലാവരും വീഡിയോ കാണുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും